ഷീറോസിന്റെ മാജിക് ഇൻഫോ എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വന്തമായ ഒരു വരുമാനം അത് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഇന്ന് വളരെ കുറവാണ്. വീടിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും സ്വന്തമായ ഒരു ബിസിനസ് എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വെറും തൊഴിൽ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല, പകരം സംരംഭക ലോകത്തും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വെറും ഒരു ഐഡിയ മാത്രം മതിയാകുമോ? തീർച്ചയായും പോരാ. ശരിയായ പ്ലാനിങ്ങും തയ്യാറെടുപ്പും അനിവാര്യമാണ്. ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു ബിസിനസിന്റെയും അടിസ്ഥാനം അതിന്റെ ഐഡിയയാണ്. പക്ഷേ ഇവിടെ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എനിക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? മാർക്കറ്റിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന് ഡിമാൻഡ് ഉണ്ടോ? ഹോം ബേക്കറി, ബൊട്ടിക്, ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ സർവീസുകൾ എന്നിങ്ങനെ സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എനിക്ക് ഇഷ്ടമാണ് എന്നതിൽ മാത്രം ബിസിനസ് ഒതുക്കരുത്. മറിച്ച് മറ്റുള്ളവർക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഇഷ്ടത്തെ മാർക്കറ്റിന്റെ ആവശ്യവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് ഒരു മികച്ച ബിസിനസ് ഐഡിയ ജനിക്കുന്നത്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് മാർക്കറ്റിനെ പഠിക്കലാണ്. നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? നിങ്ങളുടെ എതിരാളികൾ ആരൊക്കെയാണ്? ഇതൊക്കെ മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ വഴിയോ നേരിട്ടോ ചെറിയ സർവേകൾക്ക് നടത്താം. ഇവിടെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ഞാൻ എന്താണ് വിൽക്കുന്നത് എന്നതിനേക്കാൾ ഞാൻ ആരുടെ പ്രശ്നമാണ് പരിഹരിക്കുന്നത് എന്ന് ചിന്തിക്കുക. കസ്റ്റമറുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ഉൽപ്പന്നങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. അടുത്തത് ബിസിനസിന്റെ നട്ടലായ സാമ്പത്തിക കാര്യങ്ങളാണ്. ബിസിനസ് തുടങ്ങാൻ എത്ര പണം വേണം, എന്ന് ലാഭം കിട്ടും, ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കി ചെറുതായി തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ വ്യക്തിപരമായ പണവും ബിസിനസ് പണവും ഒരിക്കലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. കൂടാതെ വനിതാ സംരംഭകർക്കായി സർക്കാർ നൽകുന്ന ലോണുകളെയും സ്കീമുകളെയും കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമാണ് നിയമവശങ്ങളും. രജിസ്ട്രേഷൻ, ലൈസൻസ്, GST തുടങ്ങിയവ കൃത്യമായി ചെയ്യണം. ഇത് ബിസിനസ്സിന് വിശ്വാസ്യത നൽകുകയും ഭാവിയിലെ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർക്ക് ലൈഫ് ബാലൻസ് ആണ്. വീട്, കുടുംബം, കുട്ടികൾ, ഇതോടൊപ്പം ബിസിനസ് കൂടി കൊണ്ടുപോകാൻ സമ്മർദ്ദമുണ്ടാകാം. ഇവിടെ കൃത്യമായ ഒരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക. കുടുംബത്തിന്റെ സപ്പോർട്ട് ചോദിച്ചു വാങ്ങാൻ മടിക്കരുത്. എല്ലാം ഒരാൾ തന്നെ ചെയ്യാൻ ശ്രമിക്കാതെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക. ബിസിനസ്സിൽ എപ്പോഴും ലാഭം മാത്രം പ്രതീക്ഷിക്കരുത്. പരാജയങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ കേൾക്കാം, പക്ഷെ അത് തളരാനുള്ള സമയമല്ല, പഠിക്കാനുള്ള അവസരമാണ്. ആത്മവിശ്വാസവും സ്ഥിരതയുമാണ് ഒരു സംരംഭകയുടെ കരുത്ത്. നിങ്ങളുടെ ഉൽപ്പന്നം എത്ര നല്ലതാണെങ്കിലും അത് ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ ബിസിനസ് വളരില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ബിസിനസ് എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിക്കാം. എക്സിബിഷനുകളും നെറ്റ്വർക്കിംഗ് ഇവന്റുകളിലും പങ്കെടുക്കുക. ഒപ്പം ബിസിനസ് ലോകത്തെ പുതിയ മാറ്റങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ സെയിൽസ് തുടങ്ങിയ പുതിയ സ്കില്ലുകൾ സ്വന്തമാക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിക്കും. ഒരു ബിസിനസ് തുടങ്ങുക എന്നത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമാണ്. പക്ഷേ ശരിയായ പ്ലാനിങ്ങും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. നിങ്ങളുടെ ആ ചെറിയ ഐഡിയ ഇന്ന് തന്നെ പ്രാവർത്തികമാക്കൂ. നാളെ അത് വലിയൊരു വിജയകഥയാകട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.